സ്പെഷ്യൽ കേക്ക് തയ്യാറാക്കിയാലോ? ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് കേക്ക് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ മുട്ട പൊട്ടിച്ച് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഡ്രോപ്സ് മതിയാവും കേട്ടോ. വാനില എസൻസിന്റെ അളവ് കൂടി പോകരുത് കേട്ടോ. അപ്പൊ ഈ മുട്ടയുടെ എക്സസ് ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്, അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും. ഇനി ഞാനിതൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ വരുന്ന രീതിയിലാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസി ആവണം. ഇത് മതി. ഇത് ഞാനിപ്പോൾ മാറ്റി വെക്കണം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോൾട്ടഡ് ആണെങ്കിലും അൺസോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ബട്ടർ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വെക്കാം കേട്ടോ പുറത്തേക്ക്. ബട്ടർ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി ഞാൻ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പൊ കണ്ടില്ലേ, ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന മെഷർമെന്റ്സ് എല്ലാം 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അരിച്ചിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്തുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും, അതുപോലെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടും വരും. ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ബേക്കിംഗ് ഒക്കെ പഠിച്ച ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു റെസിപ്പി ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കേക്കിന്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ബാക്കി മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള ഒരു രീതിയിൽ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടകളൊന്നും ഉണ്ടാവരുത്, പക്ഷെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തോന്നും. അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് അളവിലാണ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാൽ ഇതിലേക്ക് ഉപയോഗിക്കരുത്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ബട്ടർ ആണെന്നുണ്ടെങ്കിലും മുട്ടയാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മുഴുവനായിട്ട് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നുണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ഇഞ്ച് കേട്ടോ. പിന്നെ ബട്ടർ പേപ്പറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വശങ്ങളിലിടാൻ വേണ്ടിയിട്ടും. ഇനി കുറച്ച് ബട്ടർ നമുക്ക് ഇതിൻ്റെ താഴെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ബട്ടർ ഉപയോഗിച്ചപ്പോൾ ഇത് തന്നെ എടുത്തോന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടർ എല്ലാവരും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന്
ഇതുപോലെ ബട്ടർ അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ബട്ടർ പേപ്പർ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. ഇനി കട്ട് ചെയ്ത ബട്ടർ പേപ്പർ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വശങ്ങളിലും വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ കാണിക്കാം. ഇനി നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ. കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് 25 മിനിറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. ഇത് കറക്റ്റായിട്ട് ബേക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഓവനനുസരിച്ച്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 5 മിനിറ്റിന് ശേഷം ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാനിതൊന്ന് അൺമോൾഡ് ചെയ്യണം. കണ്ടില്ലേ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. ഈ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി തണുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 3 ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ലെയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. ഇപ്പോൾ കണ്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ടേസ്റ്റ് വൈസ് നന്നായിട്ട് വരിക. ഞാനിവിടെ റിച്ചസിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് മുഴുവൻ വേണ്ടി വരില്ല. ഇത് ഞാനൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡ് വരുന്ന ഒരു രീതിയിലാണ് ഇത് വിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അളവിലൊന്നും വേണ്ട, ഒരു 4-5 ഡ്രോപ്സ് മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല ഇത് കറക്റ്റായിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആക്കി കൊടുക്കുന്ന സമയത്ത് ഇത് താഴേക്ക് വീഴരുത്. പെർഫെക്റ്റ് ആയിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു സമയത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റി കണ്ടില്ലേ നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ട്രോബെറിയും അതുപോലെ കിവിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ഉപയോഗിക്കാം. ഇപ്പോൾ പിന്നെ മാങ്ങയുടെ സീസൺ അല്ലാത്ത കാരണം മാങ്ങ അത്രയ്ക്ക് അവൈലബിൾ അല്ല. പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്പ്പരസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. ആപ്പിൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന കേക്ക് ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതായത് ലേയേഴ്സിൻ്റെ അവിടെ വെച്ച് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി പിന്നെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കിവിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം.
അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കണം, കനം കുറച്ചിട്ട്. ഇതും ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. നല്ല മധുരമുള്ള കിവി. ഇനി സ്ട്രോബെറി ഞാൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ട്രോബെറി എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് മാറ്റാട്ടോ. അപ്പോൾ നല്ല ഷേപ്പുള്ള സ്ട്രോബെറി ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആയി തുടങ്ങി, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവിടെയും അങ്ങോട്ട് അവൈലബിൾ അല്ല. ഇനി സ്ട്രോബെറീസും നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഷുഗർ ചേർത്തിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് വരും. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ലേസ് ആക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കിവിയും സ്ട്രോബെറിയും ലേസ് വെച്ചെടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബോർഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം, കേക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫസ്റ്റ് ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ പ്ലെയിൻ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാരയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല മോയ്സ്ചറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം പ്ലെയിൻ സിറപ്പ് ഇതിലേക്ക്. എന്നാൽ തന്നെ ആയിരിക്കും കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുക്കുമ്പോഴേക്കും ഇത് ഹാർഡായിട്ട് മാറും. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഞാൻ പ്ലെയിൻ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം കിവി വെച്ച് കൊടുക്കണം, അതിനുശേഷം സ്ട്രോബെറി വെച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കേക്കാണല്ലോ, അത് കാരണം ഞാൻ കുക്ക് ചെയ്ത് എടുക്കണമെന്നില്ല. ഇതുപോലെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഫ്രൂട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതൊക്കെ പൊട്ടിപ്പോവാതെ തന്നെ ഞാൻ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് പ്ലെയിൻ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. വശങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വശങ്ങളിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഞാനിതുപോലെ ഫ്ലവേഴ്സ് പോലെ കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങൾ ഞാൻ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് മതി. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കിവിയും കുറച്ച് സ്ട്രോബെറിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിവി ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കിവി വെച്ച് കൊടുക്കാം. കിവി സ്ലൈസ് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നമുക്ക് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതെ വെച്ച് കൊടുക്കണമെന്ന് മാത്രം. ഇനി ഈ ഒരു കേക്കിൻ്റെ വശങ്ങളിൽ ഞാൻ കിവി സ്ലൈസ് ചെയ്തതും അതുപോലെ സ്ട്രോബെറി സ്ലൈസസും വെച്ച് കൊടുക്കുന്നത്.
എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കാണും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ വശങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കാണിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രഷ് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമുക്കിത് ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.